പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. നമ്മുടെ ഭാരതം വീണ്ടും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് 77 വർഷങ്ങൾ പൂർത്തിയായി. ഭാരത സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടുപൊരുതി സ്വന്തം ജീവൻ പോലും ബലിദാനമായി നൽകിയ ധീര വ്യക്തിത്വങ്ങളെ ഇത്തരുണത്തിൽ നമുക്ക് സ്മരിക്കാം. ഇന്ത്യയെ നാളിതുവരെ നയിച്ച ഭരണകർത്താക്കളെയും ഓർക്കാം. അഭിമാനകരമായ നേട്ടങ്ങളിലേക്ക് നമ്മുടെ നാടിനെ നയിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതിൽ നമുക്ക് അഭിമാനിക്കുകയും ചെയ്യാം. സ്വാതന്ത്ര്യദിനം ഒരു വിമർശനാത്മക വിശകലനത്തിന് വിധേയമാകേണ്ട അവസരം കൂടിയാകണം. സ്വാതന്ത്ര്യത്തിൻ്റെ ജീവവായു ശ്വസിക്കുവാൻ ആഗ്രഹിച്ച ഒരു ജനത പലപ്പോഴും സാമൂഹിക അസമത്വത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും ഇരകളായി സ്വന്തം രാജ്യത്തെ അടിമകളായി ജീവിക്കുന്നു. എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പാക്കുവാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ഓരോ പൗരനും അനുഭവവേദ്യമാക്കുന്നത്. നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യയുടെ തനിമ. വേർതിരിവുകളുടെ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്ന ആധിപത്യ വിരുദ്ധതയുടെ കൂട്ടായ്മകളെ വിഭാവനം ചെയ്യുന്ന അവസരമായി സ്വാതന്ത്ര്യദിനം മാറട്ടെ എന്നത് ആശിക്കുന്നു. നമ്മുടെ ദേശീയ സ്വത്വത്തെ തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കുമെതിരെ നാം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വ്യത്യസ്തതകളെ ഉൾക്കൊള്ളുവാനുള്ള കഴിവിലാണ് നമ്മളുടെ ശക്തി. വ്യത്യസ്ത രാഷ്ട്രീയ ചിന്തകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഏതൊരു ജനാധിപത്യ സമൂഹത്തിൻ്റെയും അനിവാര്യമായ ഘടകമാണ്. ആരോഗ്യകരമായ സംവാദങ്ങളിൽ ഏർപ്പെട്ടും പരസ്പരം വീക്ഷണങ്ങളെ മാനിച്ചും പൊതുതത്വങ്ങൾ കണ്ടെത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ജനാധിപത്യം അപൂർത്തിപ്പെടും. ഓരോ പൗരൻ്റെയും അവകാശങ്ങൾ ഉറപ്പാക്കുന്ന ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രതിബദ്ധത നമുക്ക് പുതുക്കാം. വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ നിർവഹിക്കുവാൻ നമ്മെ സർവേശ്വരൻ്റെ കൈകളിൽ അർപ്പിക്കാം. നമ്മുടെ രാജ്യത്തെ യഥാർത്ഥ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുവാനും സംരക്ഷിക്കുവാനും നമുക്ക് സ്വയം പ്രതിജ്ഞാബദ്ധരാകാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. ജയ് ഹിന്ദ്.